ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഫ്രണ്ട് സൗണ്ട് ഉണ്ട്, ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം, അതേപോലെ തന്നെ സീറ്റ് കവർ ഒരെണ്ണം ഫിറ്റ് ചെയ്യണം, അതേപോലെ വാട്ടർ സർവീസ് ചെയ്യണം. ഇത്രയും കേസാണ് മെയിനായിട്ട് പറയുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി, ഫ്രണ്ട് സൈഡിൽ നിന്ന് സൗണ്ട് ആ മൺഗാർഡിൻ്റെ ബ്രാക്കറ്റ്, മൺഗാർഡ് അലൈൻമെൻറ്റ് മാറിപ്പോയിട്ട് അത് ടയർ മറിഞ്ഞാണ് കംപ്ലയിൻറ്റ് കാണിച്ചായിരുന്നത്. അപ്പോൾ അത് നമുക്ക് റെഡിയാക്കാം. പിന്നെ സർവീസുമായി ബന്ധപ്പെട്ട വർക്കാണ്. നമ്മൾ അതിന് വേണ്ടി കയറ്റി ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാനുണ്ട്. ബ്രേക്ക് നമുക്ക് ഓൾറെഡി വളരെ കുറവായിരുന്നു, ലൈനർ മാക്സിമം ഉപയോഗിച്ച് തീർന്നതിനാണ്. നിലവിൽ കിടക്കുന്നത് കമ്പനി ലൈനറാണ്, ഉപയോഗിച്ച് തീർന്നതിനാണ്. അപ്പോൾ നമുക്ക് ലൈനർ ഒന്ന് മാറ്റിയിടേണ്ടതായിട്ട് വരും. വീൽ ബെയറിങ്ങിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഇല്ല. ടയറായാലും നല്ല ടയർ ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡ് കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ നോക്കുമ്പോൾ കമ്പനി ഫിൽറ്റർ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തെടുത്താൽ മതി. ക്ലച്ചിൻ്റെ ഭാഗമായാലും നമ്മൾ അയച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. പറയത്തൊക്കെ വേറെ യാതൊരുവിധ കംപ്ലയിൻറ്റുകളൊന്നുമില്ല. വേരിയേറ്റർ ബോഡി, ബെൻഡെക്സ് ഭാഗങ്ങളൊക്കെ ഓക്കെയാണ്. ബെൽറ്റിൻ്റെ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്ത്, ബെൽറ്റ് പുതിയ ബെൽറ്റാണ്, കമ്പനി ബെൽറ്റ്, ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ, പുതിയ ബെൽറ്റാണ് കേട്ടോ. അപ്പോൾ നിലവിൽ ക്ലച്ചിൽ വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിങ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ക്ലച്ച് അഴിച്ചതാണ്. അപ്പോൾ കിക്കർ വീല് ഗ്രീസൊക്കെ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. പിന്നെ നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്ത് നോക്കി വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല, ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ കാർബറേറ്റർ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ക്ലീൻ ആയിട്ട് തന്നെ കാണണം കേട്ടോ. നമുക്ക് വേറെ കംപ്ലയിൻറ്റ്സ് ആയിട്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിളൊക്കെ ചെക്ക് ചെയ്തു. ആക്സിലേറ്റർ കേബിൾ നമുക്ക് ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട്. തൽക്കാലം ഈ സർവീസും കൂടി ഓർഡർ, അടുത്ത സർവീസ് നമുക്ക് ആക്സിലേറ്റർ കേബിൾ കൂടുതൽ ടൈറ്റ് വരാണെങ്കിൽ അടുത്ത സർവീസിലൊക്കെ മാറ്റിക്കളയാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് മൺഗാർഡിലേക്ക് ഒരു വണ്ടി ചെറുതായിട്ടൊന്നും മറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് മൺഗാർഡിൻ്റെ അലൈൻമെൻറ്റ് മാറിപ്പോയി. അതാണ് ശരിക്കും മൺഗാർഡ് ഒരയാനുള്ള കാരണം. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്തിടാം. അതേപോലെ ബുഷ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്, ലിങ്ക് ബുഷിൻ്റെ ഭാഗം കേട്ടോ. അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് ലൈനറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ടയറിൻ്റെ ഈ ഭാഗം ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഇതുമ്പോൾ മൺഗാർഡിൻ്റെ ബ്രാക്കറ്റ് ഒന്ന് ഉറഞ്ഞതാണ് കംപ്ലയിൻറ്റിൻ്റെ കാരണം. അപ്പോൾ അത് നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ടയർ പുതിയ ടയറാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. അതേപോലെ തന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് ആയാലും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഫ്രണ്ട് ബ്രേക്ക് ക്യാമ കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക, അല്ലെങ്കിൽ ബുഷൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്തെടുത്താൽ മതി ഫ്രണ്ടിൻ്റെ ഭാഗത്തോ. നമുക്ക് പിന്നെ അതേപോലെ ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ 2024 മോഡൽ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്ന ബാറ്ററി. എൻ്റെ വോൾട്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ലോഡ് ടെസ്റ്റിലേക്ക് വിടുമ്പോൾ നിലവിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. 9.8 ആണ്, നിലവിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതേപോലെ നമുക്ക് ഈ സൈഡിലേക്ക് സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്, അയച്ച് പുതിയ പ്ലഗാണ്, വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓയിൽ കുറേ കൂടി ഓടാനുണ്ട്, ഏകദേശം 1500 കിലോമീറ്ററൊക്കെ നിലവിൽ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്കത് കിലോമീറ്റർ ആയിട്ട് മാറ്റിയാൽ മതി. നമ്മൾ നേരത്തെ മാറ്റിയിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ശരിക്കും നമുക്ക് 3000 കിലോമീറ്റർ ഓടിയതിന് ശേഷം മാറ്റി കളഞ്ഞാൽ മതി. അപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ കണ്ടീഷൻ ഓക്കെയാണ്. അപ്പോൾ ഏകദേശം നമുക്കൊരു ഞാനതിൻ്റെ ഓർഡറിൻ്റെ കിലോമീറ്റർ കൂടി എഴുതി തരാം. ഇപ്പോഴൊക്കെ നിലവിൽ നമുക്ക് നോക്കുമ്പോൾ നമ്മൾ മാറ്റിയേക്കുന്നത് 29,180 കിലോമീറ്ററിലാണ്. ഇപ്പോൾ നമുക്ക് 31,010 കിലോമീറ്ററാണ് ആയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 1830 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും ഒരു 1000-1100 കിലോമീറ്റർ കൂടി നമുക്ക് ഓടിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തോ കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം, അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം.